അപ്പോൾ നമ്മുടെ ഈയിടെ ഓസ്ട്രേലിയയിൽ ഒത്തിരി പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിച്ചു ഈ വർഷത്തെ മൈഗ്രേഷൻസ് എങ്ങനെയാണ്, ഓസ്ട്രേലിയയിലോട്ടുള്ള മൈഗ്രേഷൻസ് എങ്ങനെയാണ്, പഴയതുപോലൊക്കെ തന്നെ ഉണ്ടോ എന്ന്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു കൺഫർമേഷൻ വന്നു. എക്സാക്ട്ലി കഴിഞ്ഞ വർഷം എത്ര പൊസിഷൻസ് ആണോ മൈഗ്രേഷന് വേണ്ടി വെച്ചിരുന്നത് അത്രയും പൊസിഷൻസ് 185,000 ഈ വർഷവും ഗവൺമെൻറ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ 2025-2026 മൈഗ്രേഷൻ പ്ലാനിങ് ലെവലിന് വേണ്ടി സെയിം നമ്പർ ഓഫ് പൊസിഷൻസ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 185,000-ലെ 132,000 ആണ് നമുക്ക് സ്കിൽഡ് മൈഗ്രേഷൻ വിസാസിന് സീറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 55,000 ഫാമിലി റിയൂണിയന് വേണ്ടിയാണ്, അതായത് പാർട്ണർ വിസ, പേരൻറ്റ് വിസ, ചൈൽഡ് വിസ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി. അപ്പോൾ ഈ 132 സ്കിൽഡ് മൈഗ്രേഷൻ വിസാസിനകത്ത് വരുന്ന വിസാസ് ഏതൊക്കെയാണ്, എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ 132 സ്കിൽഡ് വിസാസിൽ 66,000 റീജിയണൽ, അതായത് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് വിസാസായ 491, 190 വിസാസിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് 44,000 എംപ്ലോയർ സ്പോൺസേർഡ് വിസാസായ 482, 186 എന്ന വിസാസാണ്. ലാസ്റ്റ് ഇയറിൽ സെയിം ആയിരുന്നു. പിന്നെ മൂന്നാമത് 17,000 189 എന്നുള്ള വിസ സപ്ലാസ്, അതായത് ഫെഡറൽ ഗവൺമെൻറ് കൊടുക്കുന്ന 189 വിസ സപ്ലാസിന് വേണ്ടിയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ലാസ്റ്റ് ഇയർ ചെയ്ത സെയിം അലോക്കേഷൻ തന്നെയാണ് ഈ വർഷവും ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ സ്റ്റേറ്റ് സ്പോൺസേർഡ് വിസാസ്, ഈ 66,000-ലെ സ്റ്റേറ്റ് സ്പോൺസേർഡ് വിസാസ്, അത് ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിനും ഓരോ സ്റ്റേറ്റിനും എത്ര വിസാസ് ഉണ്ട്, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഞങ്ങളെ ഫോളോ ചെയ്യുക.